ഹായ്, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് SCERTയിൽ നിന്നും ഫിസിക്സിനകത്ത് വരാൻ സാധ്യതയുള്ള എല്ലാ കൺസെപ്റ്റുകളുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഞാൻ സിലബസ് ഒന്ന് കാണിക്കുകയാണ്. നിങ്ങൾ സിലബസിനകത്തേക്ക് നോക്കുക. സിലബസിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർക്കിമിഡീസ് തത്വം, പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡ്ഹിഷൻ കൊഹിഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതല ബലം. ഇത് ഇത്രയും ടോപ്പിക്കുകൾ ഉൾപ്പെടുന്ന ചാപ്റ്ററാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പം നമുക്ക് അതങ്ങ് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് പഠിക്കാം. അതായത് കൺസെപ്റ്റ് തന്നെ അറിഞ്ഞ് പഠിച്ചാലേ ഇനി രക്ഷയുള്ളൂ. അതുകൊണ്ട് കൺസെപ്റ്റ് ഞാൻ ഓടിച്ചിട്ടൊന്ന് പറയാം, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ്രവബലങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതായത് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഫ്ലൂയിഡ്സ്, എന്താണ് ഫ്ലൂയിഡുകൾ അല്ലെങ്കിൽ ദ്രവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്യാസിനെയും ലിക്വിഡിനെയും ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്രവങ്ങൾ. എന്താണ്? അതിനകത്ത് ഗ്യാസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലിക്വിഡും വരുന്നുണ്ട്. എഴുതാൻ കുറച്ച് പ്രയാസമുണ്ട്. ഗ്യാസ് പ്ലസ് ലിക്വിഡിനെ വിളിക്കുന്ന പേരാണ് ദ്രവങ്ങൾ എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പം അവർക്ക് പഠിക്കാൻ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിന് അത് 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കപ്പൽ വെള്ളത്തിൽ കൂടെ പോകുന്നതും, ഒന്ന് നമുക്ക് ഗ്ലാസ്സിനകത്ത് ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അതിങ്ങനെ മണ്ടയ്ക്ക് വന്ന് കിടക്കും, അല്ലേ? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കാരണങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നോക്കാം. ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കൺസെപ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. ഒരു കുപ്പി എടുത്തിട്ട് ഒരു കുട്ടി വെള്ളത്തിലിടാൻ പോവുകയാണ്. അപ്പോൾ കുപ്പി എടുത്തിട്ട് വെള്ളത്തിലിടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, വെള്ളത്തിലോട്ട് ഇടുമ്പം കൈ അങ്ങ് മാറ്റി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? കുപ്പി അങ്ങ് മുകളിലോട്ട് പൊങ്ങി വരും, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് കുപ്പി വെള്ളത്തിൻ്റെ മുകളിലോട്ട് പൊങ്ങി വരാനുള്ള കാരണം? ഇനി നമ്മൾ കൈ കൊണ്ട് അമക്കി താഴോട്ട് പിടിക്കുകയാണെങ്കിൽ കുപ്പി അത്രയും നേരം താഴെ വെള്ളത്തിൻ്റെ അടിയിലായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാം. ഇനി ഈ കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് വെച്ചതിന് ശേഷമാണെങ്കിലോ എന്ത് സംഭവിക്കും? അതങ്ങ് താന്നു പോകും, അല്ലേ? അതായത് എത്രത്തോളം വെള്ളം നിറയ്ക്കുന്നോ അതിനനുസരിച്ച് കുപ്പി താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു വസ്തു, ശ്രദ്ധിക്കുക, ഒരു വസ്തു ദ്രവത്തിൽ അഥവാ ഫ്ലൂയിഡിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ മുകളിലേക്കൊരു ബലം പ്രയോഗിക്കുന്നു. ഈ ബലമാണ് പ്ലവക്ഷമ ബലം. എന്താണ്? ഒരു വസ്തു, ഏതോ ഒരു വസ്തു ആയിക്കോട്ടെ. ഇപ്പോൾ കുപ്പിയുടെ കാര്യം തന്നെ നിങ്ങൾ ആ സമയത്ത് ഓർക്കാം. ഒരു വസ്തു, ആ ഒരു കുപ്പി നമ്മളൊരു ഫ്ലൂയിഡിലോട്ട് വെള്ളത്തിലോട്ട് ഇട്ടപ്പം അത് ഒന്നെങ്കിൽ ഭാഗികമായോ, ഭാഗികം മീൻസ് എന്തായിരിക്കും? പാർഷ്യലി, ഒരു പകുതി വെള്ളത്തിനകത്ത് മുങ്ങിക്കിടക്കോ, അല്ലെങ്കിൽ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പം ആ ദ്രവം ഈ വസ്തുവിന്മേൽ, ഈ വെള്ളം ആ ഒരു കുപ്പിയുടെ മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്ലവക്ഷമ ബലം. പിടികിട്ടിയോ? അതായത് വെൻ എ ബോഡി ഈസ് ഇമ്മേഴ്സ്ഡ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഇൻ എ ഫ്ലൂയിഡ്, ദ ഫ്ലൂയിഡ് എക്സേർട്ട് ആൻ അപ്വേർഡ് ഫോഴ്സ് ഓൺ ദി ബോഡി. ഇതിനെ വിളിക്കുന്ന പേരാണ് ബോയൻസി ഫോഴ്സ് എന്ന് വിളിക്കും. അല്ലെന്താണ്? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം. മനസ്സിലായല്ലോ? അപ്പോൾ ഏതൊരു വസ്തുവാണോ ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുന്നത്, ആ ദ്രവം ഈ വസ്തുവിനെ മുകളിലോട്ട് കൊടുക്കുന്ന ഫോഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് പ്ലവക്ഷമ ബലം. അപ്പോൾ നമ്മുടെ സിലബസിൽ എടുത്തു തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പ്ലവക്ഷമ ബലത്തെ പറ്റി പഠിക്കാൻ. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ വഴി മനസ്സിലാക്കുക. കുപ്പി ഓർക്കുക, വെള്ളം ഓർക്കുക. മുകളിലോട്ട് തള്ളി പിടിക്കുന്നതുകൊണ്ട് ഒന്നെങ്കിൽ ഈ കുപ്പി മുകളിലോട്ട് പൊങ്ങിക്കിടക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കണം. നമുക്കിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് അതിൻ്റെ കാര്യം മാത്രം ഒന്ന് പഠിക്കുക. ഒന്ന്, ദ്രാവകത്തിൻ്റെ സാന്ദ്രത. എന്താണ്? ഏത് ഫ്ലൂയിഡിലാണോ നമ്മളത് ഒരു വസ്തു കൊണ്ടിടുന്നത് അതിൻ്റെ സാന്ദ്രതയെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഘടകമാണ് എന്ത്? ദ്രവത്തിൻ്റെ സാന്ദ്രത അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അല്ലെങ്കിൽ എന്താണ് മറ്റു ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ലിക്വിഡ്സ് ഡെൻസിറ്റി. ലിക്വിഡ്സ് ഡെൻസിറ്റിയാണ് പ്ലവക്ഷമ ബലത്തെ ബാധിക്കുന്ന ഒന്നാമത്തെ ഫാക്ടർ. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ഫാക്ടർ നോക്കിക്കേ. വസ്തുവിൻ്റെ വ്യാപ്തം. വസ്തുവിൻ്റെ വ്യാപ്തത്തെ ബാധിക്കുന്നുണ്ട്. എന്താണ് വസ്തുവിൻ്റെ വ്യാപ്തം എന്ന് പറയുമ്പം? ഒരു ബോഡിയുടെ വോളിയത്തെ, അതായത് ഏതൊരു വസ്തുവാണോ അതിൻ്റെ വോളിയത്തെയും അതിൻ്റെ ഡെൻസിറ്റിയുമാണ് പ്ലവക്ഷമ ബലം
ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് കൂട്ടർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികൾക്കും ചിലപ്പോൾ ഡൗട്ടൊക്കെ വരാം ഇങ്ങനെ ചോദിക്കുമ്പോൾ. അതുകൊണ്ട് രണ്ട് രീതിയിലും പഠിക്കാം. അപ്പം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ദി ബയോയൻസി അല്ലെങ്കിൽ ബോയൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, രണ്ട് വ്യാപ്തം അഥവാ വോളിയം ഓഫ് എ ബോഡി. മനസ്സിലായല്ലോ? നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർക്കിമിഡീസ് തത്വം എഴുതാനാണ്, അല്ലെങ്കിൽ ആർക്കിമിഡീസ് തത്വത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനാണ്. അപ്പോൾ എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് മുമ്പ് ആർക്കിമിഡീസിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാം. തെക്കൻ ഇറ്റലിയിലെ തുറമുഖ നഗരമായ സിറാസ്ക്യൂയിൽ 287 BC ആർക്കിമിഡീസ് ജനിച്ചത്. ഹെയ്റോ രണ്ടാമൻ എന്ന രാജാവിൻ്റെ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹെയ്റോ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സ്വർണ്ണപ്പണിക്കാരൻ ഒരു കിരീടം നിർമ്മിച്ചു നൽകി. ആ സ്വർണ്ണ കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ രാജാവ് ആരോട് പറഞ്ഞു? ആർക്കിമിഡീസിനോട് പറയുന്നു. ഈ പ്രശ്നം ആർക്കിമിഡീസിനെ വല്ലാതെ കുഴക്കി. ശുദ്ധമായ സ്വർണത്തിൻ്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കണ്ടെത്താൻ സ്വർണ്ണക്കട്ടിയുടെ മാസിനെ അതിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ കിരീടത്തിന് യാതൊരു കുഴപ്പവും പറ്റാതെ അതിൻ്റെ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കുമെന്നായിരുന്നു അദ്ദേഹത്തെ കുഴക്കിയ പ്രശ്നം. ഒരു ദിവസം കുളിക്കാനായി നിറയെ ജലം നിറച്ച് കുളിത്തൊട്ടിയിൽ കയറി കിടന്നപ്പോൾ ജലം കവിഞ്ഞൊഴുകുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. ഇതിൽ നിന്നും ഒരു വസ്തുവിൻ്റെ വ്യാപ്തം കണക്കാക്കാൻ, ശ്രദ്ധിച്ചേ, ഒരു വസ്തുവിൻ്റെ വ്യാപ്തം കണക്കാക്കാൻ ആ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിൻ്റെ വ്യാപ്തം കണ്ടാൽ മതി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ കിരീടത്തിൻ്റെ വ്യാപ്തവും സാന്ദ്രതയും കണ്ടെത്തി കിരീടത്തിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് ആർക്കിമിഡീസ് ഉറപ്പിച്ചു. 212 BC രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ ഒരു റോമൻ പട്ടാളക്കാരൻ്റെ വാളാൽ അദ്ദേഹം വധിക്കപ്പെട്ടു. വൃത്തങ്ങളെക്കുറിച്ചുള്ള സങ്കീർണമായ ഗണിതക്രിയകൾ ഏർപ്പെട്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. അപ്പോൾ എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ് അല്ലേ? അപ്പം കേട്ടിട്ടുള്ള ഒരു കഥ വെച്ചിട്ട് നമുക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒന്ന് പറയാം. നോക്കുക. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ആ വസ്തുവിന് മേൽ ഈ ദ്രവം ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം അതിനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പം അതിലനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. എത്രത്തോളം ജലത്തെയാണോ ആ കുപ്പി ഉപയോഗിച്ചത്, കിടക്കാൻ വേണ്ടിയിട്ട് കുപ്പി ഉപയോഗിച്ചത്, അത്രത്ത് ആ ഭാരമുണ്ടല്ലോ, ആ എടുത്ത ഭാരം അതിന് തുല്യമായിരിക്കും ഇതിൻ്റെ മുകളിലോട്ട്, വസ്തുവിൻ്റെ മുകളിലോട്ട് ഈ ജലം കൊടുക്കുന്ന ഭാരം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? When an object is immersed partially or completely in a fluid, the buoyancy experienced by it will be equal to the weight of the fluid displaced by it. അതായത് ഞാനൊരു എക്സാമ്പിൾ വേറൊരെണ്ണം പറയാം. ആർക്കിമിഡീസ് കയറി ഒരു വലിയൊരു ടാങ്ക് വെള്ളത്തിനകത്തോട്ട് കിടന്നു എന്ന് പറഞ്ഞു അല്ലേ? കിടന്ന സമയത്ത് ആർക്കിമിഡീസ് കയറി കിടന്നപ്പോൾ കുറേ വെള്ളം വെളിയിലോട്ട് പോയി. വെളിയിലോട്ട് പോയ ആ വെള്ളത്തിൻ്റെ അളവ് എത്രയായിരിക്കും? ആർക്കിമിഡീസിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെയാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിലനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് പഠിച്ചു വെക്കേണ്ട ഒരേ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് സിലബസിനകത്ത് എടുത്ത് തന്നിട്ടുള്ളതുകൊണ്ട് വൃത്തിയായിട്ട് പഠിക്കുക. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പറയുന്നത് പ്ലവനം അഥവാ ഫ്ലോട്ടേഷൻ എന്താണെന്നാണ്. എന്താണ് ഫ്ലോട്ടേഷൻ? അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്ലവന തത്വം നമുക്ക് പഠിക്കാനുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ശ്രദ്ധിക്കുക. ഒരു വസ്തു ദ്രാവകത്തിൽ അല്ലെങ്കിൽ ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. അപ്പോൾ ഇപ്പോൾ പറയുന്ന സാധനം തന്നെയാണ്. എന്താണ്? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. എപ്പോഴും കുപ്പിയുടെ കാര്യം ആലോചിക്കാം. കുപ്പി മുകളിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ആ ഒരു കുപ്പിയുടെ ഭാരവും കുപ്പി ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. അപ്പോൾ ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിനും തുല്യമായിരിക്കും. അപ്പോൾ വ്യാപ്തം, ഭാരം, രണ്ട് കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. പ്ലവന തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും. രണ്ട്, ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പം ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം അഥവാ വോളിയം
ആ ഒരു ലിക്വിഡിൻ്റെ വോളിയവും ഒബ്ജക്റ്റിൻ്റെ വോളിയവും തുല്യമായിരിക്കും. രണ്ട് രീതിയിൽ പഠിക്കുക. വോളിയം തുല്യമായിരിക്കും കിടക്കുന്നത്, അതുപോലെ രണ്ടുപേരുടെയും വെയിറ്റ് അഥവാ ആ ഒരു ഭാരവും തുല്യമായിരിക്കും. ഇതാണ് പറയുന്നത്. ഇനി എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ? ഇംഗ്ലീഷ് മീഡിയംകാർക്ക് വേണ്ടി പറയാം. വെയിറ്റ് ഓഫ് എ ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. അതായത് ഈ ഫ്ലോട്ടിംഗ് ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം വെള്ളമാണോ പുറത്തേക്ക് പോയത്, ആ പുറത്തേക്ക് പോയ വെള്ളത്തിൻ്റെ വെയിറ്റിനോട് ഈക്വൽ ആയിരിക്കും ഈ പൊങ്ങിക്കിടക്കുന്ന ബോഡി അല്ലെങ്കിൽ ഈ ആദേശം ചെയ്ത ബോഡി. ഇപ്പം കുപ്പിയുടെ കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു കട്ടയുടെ കാര്യമോ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കാം. എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ എഴുതണം. അതായത് ഏത് കുപ്പിയെടുത്ത് നമ്മൾ വെള്ളത്തിലിട്ടു, ആ കുപ്പിയെടുത്ത് വെള്ളത്തിലിട്ട സമയത്ത് എന്താ സംഭവിച്ചത്? ആ കുപ്പിയുടെ വെയിറ്റ് വന്നപ്പോഴത്തേക്കും വെള്ളം എന്തുമാത്രം വെളിയിലോട്ട് പോയോ, കുപ്പിയെടുത്തിട്ട സമയത്ത് വെള്ളം എന്തുമാത്രം വെളിയിലോട്ട് പോയോ ആ വെള്ളത്തിൻ്റെ വെയിറ്റ് ആയിരിക്കും ഈ കുപ്പിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്, ആണല്ലോ. when a body is fully immersed in a fluid, in the volume of displaced fluid will be equal to the volume of the body. അതാണ് രണ്ടാമത്തെ പ്രസ്താവന. ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തം വസ്തുവിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. രണ്ട് രീതിയിൽ പഠിക്കാം. ദെൻ അടുത്ത പറയാൻ പോകുന്നത് ആപേക്ഷിക സാന്ദ്രത അഥവാ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്ന ടേമാണ്. ആപേക്ഷിക സാന്ദ്രത എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന നേരമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞു പോവുകയാണ്. വസ്തുവിൻ്റെ സാന്ദ്രതയെയും ജലത്തിൻ്റെ സാന്ദ്രതയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വേണമെങ്കിലും ചോദിക്കാം. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? വസ്തുവിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത. ഏത് വസ്തു, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കുപ്പി തന്നെ പറയുകയാണ്, കുപ്പിയുടെ സാന്ദ്രത എത്രയാണോ അതിനെ ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഒരു അനുപാത സംഖ്യ ആയതിനാൽ ഇതിന് യൂണിറ്റ് ഇല്ല. ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം, ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല, ശരിയാണോ തെറ്റാണോ? ശരിയാണ്, ഇതിന് യൂണിറ്റ് ഇല്ല. ഇതൊരു അനുപാത സംഖ്യ ആയതിനാൽ റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. വസ്തുവിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രതയാണ് എന്തെന്ന് പറയുന്നത്? ആപേക്ഷിക സാന്ദ്രത. നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ്, ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോമീറ്റർ. റിലേറ്റീവ് ഡെൻസിറ്റി അളക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ, തെറ്റിക്കരുത്. അപ്പോൾ എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല. ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. പിടികിട്ടിയല്ലോ. നെക്സ്റ്റ് വേറൊരു പോയിന്റ് കൂടെ പഠിക്കാം. പാലിലെ ജലത്തിൻ്റെ തോത് അളക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ എന്താണ്? പാലിനകത്തെ ജലം എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്നതാണ് ലാക്ടോമീറ്റർ. അപ്പോൾ എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? അതിന് യൂണിറ്റ് ഇല്ലെന്ന് പഠിച്ചു വയ്ക്കുക. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി അളക്കുന്ന അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണത്തിൻ്റെ പേര് ഹൈഡ്രോമീറ്റർ. അതുപോലെ തന്നെ പാലിനകത്തെ ജലം അളക്കുന്നത് ലാക്ടോമീറ്റർ. പിടികിട്ടിയല്ലോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പോയിന്റ് ആണ് പാസ്കൽ നിയമം അഥവാ പാസ്കൽ ലോ എന്താണെന്ന്. അത് ഒരു എക്സാമ്പിൾ കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ എക്സ്കവേറ്ററിൻ്റെ കാര്യം, മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ വിട്ടേക്കാം. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പറയാം. അവരിവിടെ ഒരു എക്സ്പെരിമെൻ്റ് കാണിച്ചിട്ടുണ്ട്. അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നോക്കാം. ഒഴിഞ്ഞ ഒരു പ്ലാസ്റ്റിക് ടൂത്ത് പേസ്റ്റ് ട്യൂബിൽ നിറയെ ജലമെടുത്ത് ഭദ്രമായിട്ട് അടയ്ക്കുക. ട്യൂബിൽ അവിടെ ഇവിടെയായി മൊട്ടുസൂചികൾ കൊണ്ട് 2-3 ദ്വാരമിടുക. ട്യൂബിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വിരൽ കൊണ്ട് അമർത്തി നോക്കുക. എല്ലാ ദ്വാരങ്ങളിലൂടെയും ജലധാര ഉണ്ടാകുന്നുണ്ടോ? പല്ല് തേക്കാനായി ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ നിറഞ്ഞ ട്യൂബിൽ ഏത് ഭാഗത്ത് ബലം പ്രയോഗിച്ചാലും ട്യൂബിൽ നിന്നും പേസ്റ്റ് വരുമല്ലോ. മറ്റൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് അറിയേണ്ടത്. നമ്മൾ ഒഴിഞ്ഞൊരു ടൂത്ത് പേസ്റ്റിനകത്ത് കുറേ സുഷിരം ഇട്ടു. അതിനുശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഭാഗത്ത് അമക്കിയപ്പോഴത്തേക്ക് നമുക്കറിയാം വെള്ളം ചാടും അല്ലേ. ഇനി നമ്മൾ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ സുഷിരം സാധാരണയുള്ള ടൂത്ത് പേസ്റ്റിനകത്ത്. അവിടെ നമ്മൾ എവിടെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, ഏതൊരു ഭാഗത്ത് അറ്റത്ത് കൊണ്ടുവന്ന് പ്രഷർ കൊടുത്താലും വെളിയിലോട്ട് പേസ്റ്റ് ചാടും. ഇനി ലാസ്റ്റ് അവസാനം കൊണ്ടുവന്ന് അമക്കിയാലും നിറഞ്ഞിരിക്കുമായതുകൊണ്ട് വെളിയിലോട്ട് ചാടും. ഇത് മനസ്സിലായല്ലോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ പാസ്കൽ നിയമം പറയാൻ പോകുന്നത്. നോക്കുക. ഒരു സംവൃത വ്യൂഹത്തിൽ, എന്താണ് ഈ സംവൃത വ്യൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റിനകത്ത്, എന്താണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് നമ്മൾ പറയില്ലേ, മൊത്തത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ സംവൃത വ്യൂഹം എന്ന് മലയാളത്തിൽ പറയുന്നത്. അപ്പം ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എ ലിക്വിഡ്
at rest in a closed system will be experienced equally at all part of the liquid. ഒരു സംവൃത വ്യൂഹത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും. നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കാര്യം ആലോചിക്കുക. അതിനകത്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കൊണ്ടുവന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ നമ്മളിങ്ങനെ അമക്കുന്ന സമയത്ത് ആ ദ്രാവകത്തിൻ്റെ അനുഭവപ്പെടുന്ന പ്രഷർ അല്ലേ, ആ പ്രഷർ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും അനുഭവപ്പെടുന്നത് ഒരുപോലെ ആയിരിക്കും. ഇത് മനസ്സിലായല്ലോ, തെറ്റിക്കരുത് കേട്ടോ. പാസ്കൽ നിയമം എന്ന് പറയുന്നത് ഈ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാൻ കാരണം ഇത് നമ്മൾ പരീക്ഷയ്ക്ക് എന്നിരിക്കുമ്പോൾ ഓർത്തിട്ടെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുവാണെങ്കിൽ എഴുതിക്കോണം. ഇനി നോക്കിക്കേ, മർദ്ദം പ്രയോഗിച്ച് ദ്രാവകങ്ങളുടെ വ്യാപ്തം കുറയ്ക്കാൻ സാധിക്കില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം. ഇതും നോക്കി വയ്ക്കുക. അതായത് നമ്മൾ കുറേ പ്രഷർ കൊടുത്തുകൊണ്ട് ദ്രാവകത്തിൻ്റെ വ്യാപ്തം മീൻസ് എന്താണ്, വോളിയം കുറയ്ക്കാൻ പറ്റില്ല എന്നതാണ് പാസ്കൽ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പാസ്കൽ നിയമം, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഒരു തത്വം? ദ വോളിയം ഓഫ് എ ലിക്വിഡ് കനോട്ട് ബി ചേഞ്ച്ഡ് യൂസിങ് പ്രഷർ. ഒരിക്കലും ലിക്വിഡിൻ്റെ വോളിയത്തിനെ നമുക്ക് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് കുറയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഞെക്കുന്ന സമയത്ത് ചാടിപ്പോകും അല്ലേ, അതിൻ്റെ ഷേപ്പിനൊക്കെ വ്യത്യാസം വരാം, പക്ഷെ ഒരിക്കലും നമുക്ക് അതിൻ്റെ എൻ്റയർ വോളിയത്തെ മാറ്റാനായിട്ട് പറ്റില്ല. ഇത് ഈ ഒരു ഫിസിക്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ലോ ആയിട്ടും അല്ലെങ്കിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇത് വായിച്ചു വിടുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും കേൾക്കുന്നവർക്ക് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി പാസ്കലിനെ പറ്റിയിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കി വെച്ചേക്കണം. 1623 ജൂൺ 19 ഫ്രാൻസിൽ ജനിച്ചു. ഗണിതം, ഭൗതികശാസ്ത്രം, തത്വചിന്ത, ദൈവശാസ്ത്രം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചു. 16-ാമത്തെ വയസ്സിൽ ഗണിതശാസ്ത്രത്തിലെ 2 ഗവേഷണ മേഖലകളായി പ്രോജക്റ്റ് ജിയോമെട്രി, പ്രോബബിലിറ്റി തിയറി എന്നിവയിൽ തുടക്കം കുറിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു. ശ്രദ്ധിച്ചോണം. 19-ാമത്തെ വയസ്സിൽ കണക്കുകൂട്ടൽ യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും തുടങ്ങി. ഏകദേശം 50 മാതൃകകളും 20 യന്ത്രങ്ങളും ഉണ്ടാക്കി അദ്ദേഹം നിർമ്മിച്ച ഒരു കണക്കുകൂട്ടൽ യന്ത്രം പാസ്കൽ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്നു. ഇനി ദ്രാവകങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളായ ഹൈഡ്രോഡൈനാമിക്സ്, ഹൈഡ്രോസ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിൽ പഠനം നടത്തി. അപ്പോൾ എന്താണ് പാസ്കൽ നിയമം, അതിൻ്റെ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്, അല്ലെങ്കിൽ ബേസിസ് ഓഫ് പാസ്കൽ ലോ എന്താണെന്ന് നോക്കി വയ്ക്കുക. അത്രയും പിടികിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചോണേ. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നേരെ ഇല്ലാത്തതുകൊണ്ട് അങ്ങ് പോവാം. നെക്സ്റ്റ് നമ്മൾ പറയുന്ന സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ക്യാപ്പിലാരിറ്റി, കേശികത്വം അഥവാ ക്യാപ്പിലാരിറ്റിയെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞു വെച്ചിരിക്കണം. എന്താണ് ക്യാപ്പിലാരിറ്റി അഥവാ കേശികത്വം നോക്കാം. ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. എന്താണ്, ഒരു നേരിയ കുഴലിലൂടെയോ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എക്സാമ്പിളായിട്ട് പറയുന്നത്? മോട്ടർ അടിക്കുന്ന പൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ പൈപ്പുകൾ അതെല്ലാം എന്താണ്, കുഴലാണല്ലോ. അതിൽ കൂടെ ദ്രാവങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്നതിന് റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എ നാരോ ട്യൂബ് ഓർ മൈന്യൂട്ട് ഹോൾ ഈസ് ക്യാപ്പിലാരിറ്റി. ട്യൂബ് എന്നോർക്കുക. ക്യാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂബിൻ്റെ പടം മനസ്സിൽ വരണം. അതിനകത്തൂടെ വെള്ളം, നമ്മൾ സ്ട്രോ തന്നെ ഉദ്ദേശിച്ചോളൂ, വെള്ളം കുടിക്കുന്ന സ്ട്രോ ഇല്ലേ, അതിനകത്തൂടെ വെള്ളം മുകളോട്ടും താഴോട്ടും പോകുന്നതൊന്ന് ചിന്തിക്കുക. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഈ വെള്ളത്തിലാശാൻ വെള്ളത്തിൽ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കില്ലേ, അല്ലെങ്കിൽ നമ്മൾ ബ്ലേഡൊക്കെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതൊക്കെ ഈ ഒരു ക്യാപ്പിലാരിറ്റി കാരണമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി വേറൊരു കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, കൊഹിഷൻ ബലവും അഡ്ഹീഷൻ ബലവും. അത് നമുക്ക് സിലബസിൽ തന്നിട്ടുള്ളതുകൊണ്ട് വൃത്തിയായിട്ട് നോക്കാം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ. എന്താണ്, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ കൊഹിഷൻ ബലം അല്ലെങ്കിൽ കൊഹിസീവ് ഫോഴ്സ് എന്നും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ അഡ്ഹിസീവ് ഫോഴ്സ് അഥവാ അഡ്ഹിഷൻ ബലം എന്നും വിളിക്കാം. എന്താണ് ക്യാപ്പിലാരിറ്റി അഥവാ കേശികത്വം? എന്തുകൊണ്ടാണ്? അതായത് ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ദ്രാവകങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്നതിനെ എന്ത് വിളിക്കും? നമ്മൾ ക്യാപ്പിലാരിറ്റി എന്ന് വിളിക്കും അല്ലേ. ക്യാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്ന് വിളിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഈ വെള്ളത്തിലാശാനൊക്കെ പൊങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ ബ്ലേഡ് എടുത്ത് വെള്ളത്തിലിട്ടാൽ മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണം എന്താണ്? പ്രതല ബലമാണ് അല്ലേ. പ്രതല ബലം എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. എന്താണ് പ്രതല ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ? സർഫസ് ടെൻഷൻ എന്ന് പറയും.
അപ്പോൾ എന്തുകൊണ്ടാണ് പ്രതലബലം ഉണ്ടാവുന്നത്? ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജല ഉപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിന് കാരണമായ ബലമാണ് സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം. ജലോപരിതലത്തിലെ കണികകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കുന്നത് മൂലം ഇതൊരു പാട പോലെ വലിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ബ്ലേഡ് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതും അല്ലെങ്കിൽ വെള്ളത്തിലാശാന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ പറ്റുന്നതും. ഒരു മെർക്കുറിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മെർക്കുറി മുകളിൽ തങ്ങി ഇങ്ങനെ വെള്ളത്തുള്ളികളായിട്ട് നിൽക്കും. അല്ലെ ചേമ്പിൻ്റെ ഇലയ്ക്കകത്ത് മണ്ടയ്ക്ക് ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ വെള്ളത്തുള്ളി? ഇതൊക്കെ കാരണം എന്താണ്? സർഫസ് ടെൻഷനാണ് അല്ലെങ്കിൽ പ്രതല ബലമാണെന്ന് പറയാം. അത് ആ ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ട് വേണം നമ്മൾ കൊഹിസീവ് ഫോഴ്സും അഡ്ഹീസീവ് ഫോഴ്സും പറയാൻ. എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലാണ് ഇത്തരത്തിൽ ആകർഷിക്കുന്നതെങ്കിൽ അതിനെ കൊഹിസീവ് ഫോഴ്സ് എന്നും, ഇനി വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണെങ്കിൽ അതിനെ അഡ്ഹീസീവ് ഫോഴ്സ് അഥവാ അഡ്ഹിഷൻ ബലം എന്ന് വിളിക്കുന്നു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് എളുപ്പം പോകുന്നത്. ഇനി നോക്കിക്കേ, അഡ്ഹിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ എന്നാ നോക്കിയേ. അഡ്ഹിഷൻ ബലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരേ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം മൂലം ഉണ്ടാകുന്ന ബലമാണ് അഡ്ഹിഷൻ ബലം. ഈ അഡ്ഹിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായിരുന്നാൽ കേശിക ഉയർച്ച, അതായത് വെള്ളം മോളോട്ട് പൊങ്ങും, കാപ്പിലറി റൈസ് ഉണ്ടാവുകയും അഡ്ഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ കേശിക താഴ്ച അഥവാ കാപ്പിലറി ഡിപ്രഷൻ, വെള്ളം താഴോട്ട് വരികയും ചെയ്യും. ഈ രണ്ട് കേസ് നോക്കി വയ്ക്കുക. അഡ്ഹിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാളും കൂടുതലാണെങ്കിൽ, അഡ്ഹിഷൻ ബലം എന്ന് പറയുന്നത് കൊഹിഷൻ ബലത്തേക്കാളും കൂടുതലാണെങ്കിൽ, എഴുതാൻ പറ്റുന്നില്ല, പെണ്ണെടുത്തില്ലായിരുന്നു ഞാൻ. അഡ്ഹിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച ഉണ്ടാവുന്നു. അഡ്ഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ കേശിക താഴ്ച ഉണ്ടാവുന്നു. ഈ രണ്ട് കേസും നിങ്ങൾ വൃത്തിയായിട്ട് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് പറയാൻ പോകുന്നത് വിസ്കസ് ഫോഴ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് വിസ്കസ് ഫോഴ്സ്? വിസ്കോസിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്, ഏതിനാണ് വിസ്കോസിറ്റി കൂടുതൽ അല്ലെങ്കിൽ ഏതിനാണ് വിസ്കോസിറ്റി കുറവ്? തേനാണോ വെള്ളമാണോ? ഏതിനാണ് ഒഴുകാനുള്ള സ്പീഡ് കൂടുതൽ എന്നൊക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. നോക്കുക, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കത്തക്ക വിധത്തിൽ അവയ്ക്കിടയിൽ ബലമുളവാക്കാൻ ദ്രാവകത്തിലുള്ള സവിശേഷ സ്വഭാവമാണ് അതിൻ്റെ വിസ്കോസിറ്റി. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ബലം എന്താണെന്നാണ് ചോദ്യം. അപ്പം എപ്പോഴും ആലോചിക്കുക, ചലിച്ചുകൊണ്ടിരിക്കുന്ന ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ എ മോഷൻ there is a frictional force parallel to the layers which try to prevent the relative motion between the layers. This frictional force is the viscous force. അപ്പോൾ വിസ്കോസിറ്റി എന്താണ്? വിസ്കോസിറ്റി is the characteristics property of a liquid to oppose the relative motion between its different layers. അതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതുകൂടെ നോക്കി വയ്ക്കുക. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. അതായത് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വിസ്കോസിറ്റിക്ക് വ്യത്യാസം വരാം, വിസ്കോസിറ്റി കുറയുന്നതായിട്ട് കാണാം. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പം വിസ്കോസിറ്റി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ വിസ്കോസിറ്റി കൂടിയതാരാന്ന് ചോദിക്കുകയാണെങ്കിൽ തേനാണോ മണ്ണെണ്ണയാണോ എന്ന് ചോദിക്കുക. ഇപ്പോൾ തേനും വെള്ളവും തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഏതാണ് വിസ്കോസിറ്റി കൂടിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം നിങ്ങൾ ആലോചിക്കാം. ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ ആദ്യം തേനും ഒഴിച്ചു, ഒരു തുള്ളി വെള്ളവും ഒഴിച്ചു. ഏതായിരിക്കും ആദ്യം താഴോട്ട് വരുന്നത്? വെള്ളമായിരിക്കും അല്ലേ? അപ്പോൾ ഒഴുകാൻ പാടുള്ളതിനാണ് വിസ്കോസിറ്റി കൂടുതൽ. ഒഴുകാൻ പാടുള്ളതിന് വിസ്കോസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ തേനിനാണ് വിസ്കോസിറ്റി കൂടുതൽ. ഇനി അതേസമയം മണ്ണെണ്ണയും ജലമൊക്കെ ആണെങ്കിലോ പെട്ടെന്ന് ഒഴുകിപ്പോവും അല്ലേ? ഇനി ഈ തേനൊന്ന് ചൂടാക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതൊന്ന് ലൂസ് ആകുന്നതും കാണാം, പെട്ടെന്ന് ഒഴുകി വരുന്നതും കാണാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊന്ന് നോക്കിക്കേ. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും? കുറയുന്നു. വിസ്കോസിറ്റി കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒഴുക്ക് കൂടും അല്ലേ? ഇനി ഈ വിസ്കോസിറ്റി കൂടിയതിനെ നമ്മൾ വിസ്കസ് ലിക്വിഡ്സ് അല്ലെങ്കിൽ വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് വിളിക്കും. വിസ്കോസിറ്റി വളരെ കുറഞ്ഞവയെ നമ്മൾ മൊബൈൽ ലിക്വിഡ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ മൊബൈൽ ദ്രാവകങ്ങൾ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ. ഈ ചാപ്റ്റർ കൊണ്ട് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതായത് ജസ്റ്റ് നോക്കാം, ഇവിടെ നമ്മൾ പറഞ്ഞത് പാസ്കൽ നിയമം തൊട്ടിട്ട് പ്രതല ബലം വരെയുള്ള എല്ലാ കാര്യങ്ങളും, പ്ലവക്ഷമ ബലം തൊട്ടിട്ട് പ്രതല ബലം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരൊറ്റ ചാപ്റ്ററിലാണ് കവർ ചെയ്തിരിക്കുന്നത്. സോ നല്ല വൃത്തിയായിട്ട് ഇത് പഠിക്കാം. ആ ഒരു കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കാനാണ്. ദാറ്റ് ഈസ് ബോയൻസി തുടങ്ങി പ്ലവക്ഷമ ബലം എന്താണെന്ന് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ,
അതുകൂട്ട് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ദ്രാവകത്തിന്റെ സാന്ദ്രത, അതുപോലെ വസ്തുവിന്റെ വ്യാപ്തം. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. കുപ്പിയുടെ കാര്യമൊക്കെ ഓർക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ എന്ന് ഓർക്കുക. റിലേറ്റീവ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിന് യൂണിറ്റ് ഇല്ല. അത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ. പാലിനകത്ത് ജലം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ലാക്ടോമീറ്റർ. ഇനി പാസ്കൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിനകത്ത് ദ്രാവകത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്ന മർദ്ദം അഥവാ പ്രഷർ ആ ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും. ഇനി പാസ്കൽ നിയമത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മർദ്ദം ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദ്രാവകത്തിന്റെ വോളിയം കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് പാസ്കൽ നിയമം പറയുന്നത്. പിന്നെ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. P = FA, അതായത് പ്രഷർ = ഫോഴ്സ് ഇൻറ്റു ഏരിയ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ക്യാപ്പിലാരിറ്റി എന്താണ്? കുഴൽ ഓർക്കുക. കുഴലിനകത്ത് മുകളിലോട്ടും താഴോട്ടും വെള്ളം പോകുന്നതിന് അല്ലെങ്കിൽ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായിട്ടും മുകളിലോട്ടും താഴോട്ടും പോകുന്നതിനെയാണ് ക്യാപ്പിലാരിറ്റി എന്ന് വിളിക്കുന്നത്. ഈ വെള്ളത്തിലാശാനും ബ്ലേഡ് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ചേമ്പലക്കകത്തെ വെള്ളം അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്താണ് പ്രതലബലം? എന്താ പ്രതലബലം? ജലത്തിന്റെ ഉപരിതലത്തിലെ കണികകൾ തമ്മിൽ ആകർഷിക്കുന്നത് മൂലം ജലത്തിന്റെ ആ ഒരു പാട പോലെ മണ്ഡവശം ഇങ്ങനെ കിടക്കുന്നതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം എന്ന് വിളിക്കുന്നത്. ഈ പ്രതലബലവുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണെങ്കിൽ അത് അഡ്ഹീസീവ് ഫോഴ്സും, വ്യത്യസ്ത ഇനം തന്മാത്രയാണെങ്കിൽ അത് കൊഹിസീവ് ഫോഴ്സുമായിട്ട് മാറുന്നു. ഇനി അഡ്ഹിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ അവിടെ ക്യാപ്പിലറി റൈസ് അഥവാ മോളോട്ട് ജലം പൊങ്ങുകയും, അഡ്ഹിഷൻ ബലത്തേക്കാളും കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ വെള്ളം താഴോട്ട് വരുന്ന കാര്യം ഓർക്കുക. ലാസ്റ്റ് ആയിട്ട് എന്താണ് വിസ്കോസിറ്റി അഥവാ വിസ്കസ് ബലം? വിസ്കസ് ബലം കൂടിയത് ഏതാണ് അഥവാ വിസ്കോസിറ്റി കൂടിയത് ഏതാണ്? വിസ്കോസിറ്റി കുറഞ്ഞത് ഏതാണ്? താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുകയും ചെയ്യുന്നു എന്ന് ഓർത്തിട്ട് നിർത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചാലേ ഇനി അങ്ങോട്ട് ആൻസർ ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് ചാനലൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.